ഹായ് ഫ്രണ്ട്സ്, ശ്രീ രാഹുൽ ഗാന്ധി ഉയർത്തിയ വോട്ട് മോഷണം എന്ന വിവാദം എല്ലാ സംസ്ഥാനങ്ങളിലും കത്തിപ്പടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അലയൊലികൾ ഇങ്ങ് കേരളത്തിലും എത്തി. പ്രത്യേകിച്ച് തൃശ്ശൂരില് ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് BJP കൂട്ടത്തോടെ അനധികൃത വോട്ടുകൾ ചേർക്കുകയുണ്ടായി എന്നുള്ളതിന് വ്യക്തമായ തെളിവുകൾ ഒന്നൊന്നായി പുറത്തു വരികയാണ്. ഇത്തരം ആരോപണങ്ങൾ ഇലക്ഷന് മുമ്പ് തന്നെ സ്ഥാനാർത്ഥിയായിരുന്ന ഇടതുപക്ഷത്തിന് സുനിൽകുമാറും UDF ഒക്കെ ആരോപിച്ചിരുന്നതാണ്. പക്ഷെ അതിന് ഇലക്ഷൻ കമ്മീഷൻ വ്യക്തമായ ഒരു ഉത്തരം ഇതുവരെ നൽകിയിരുന്നില്ല. ഇപ്പോ രാഹുൽ ഗാന്ധി ഉയർത്തിയ ആ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ തെളിവുകൾ നിരത്തുകയാണ് ഇടതുപക്ഷവും UDF-ഉം. എന്നെ അത്ഭുതപ്പെടുന്നത് ഈ കാര്യത്തിലൊന്നും ശ്രീമാൻ സുരേഷ് ഗോപി പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ്. ഛത്തീസ്ഗഡില് അന്യായമായി കന്യാസ്ത്രീമാരെ അറസ്റ്റ് ചെയ്ത സംഭവം മുതൽ ശ്രീമാൻ സുരേഷ് ഗോപിയെ കാണുവാനേ ഇല്ല. ട്രോളുകളും കളിയാക്കലുകളും ആരോപണങ്ങളും എല്ലാം ഇങ്ങനെ അനവരതം തുടരുമ്പോഴും അദ്ദേഹം മൗനം പാലിക്കുകയാണ്. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഒരു പൊതുപ്രവർത്തകൻ, രാഷ്ട്രീയ പ്രവർത്തകൻ എപ്പോഴും പൊതുജനമധ്യേ ഉണ്ടാവേണ്ടതാണ്. ഏതെങ്കിലുമൊക്കെ വിധത്തിൽ ഒളിച്ചിരിക്കാനാവുകയില്ല. ഇത് സിനിമാ മേഖലയൊന്നുമല്ല. അദ്ദേഹം പ്രതികരിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഏതാണെങ്കിലും ഈ വോട്ട് മോഷണ വിവാദം വലിയ പ്രത്യാഘാതങ്ങൾ ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഉണ്ടാക്കുമെന്നുള്ളത് സത്യം തന്നെയാണ്. കാരണം പല സ്ഥാനാർത്ഥികളും പല സംസ്ഥാനങ്ങളും ജയിക്കുന്നത് യഥാർത്ഥമായ ജനവിധി ഉണ്ടായിട്ടല്ല. എനിക്ക് തോന്നുന്നു ഒരേ ഒരു ഇന്ത്യ ഒരൊറ്റ വോട്ട് എന്ന ആ ആശയം വോട്ടിങ്ങിന്റെ കാര്യത്തിൽ നടപ്പാക്കാവുന്നതാണ്. ഏതെങ്കിലും ഒരു തിരിച്ചറിയൽ കാർഡ് കാണിച്ചാൽ വോട്ട് ചെയ്യാൻ പറ്റും. അത് മാറണം. അതിനു പകരം ആധാർ കാർഡ് തന്നെ നിർബന്ധിതമാക്കണം. ആക്കിയാൽ മാത്രം പോരാ, ഒരാൾ വോട്ട് ചെയ്യുമ്പോൾ അത് ആധാർ കാർഡിലൂടെ വെരിഫൈ ചെയ്യണം. ആ ആധാർ കാർഡ് ഉപയോഗിച്ച് കുറഞ്ഞ 1 മാസത്തിനകം മറ്റൊരിടത്തും ഒരു ഇലക്ഷൻ വോട്ട് ചെയ്യാൻ പാടില്ല തന്നെ. അത് ആധാർ കാർഡ് വെരിഫൈ ചെയ്യുമ്പോൾ തന്നെ ആ ആധാർ കാർഡ് ഉപയോഗിച്ച് മറ്റൊരിടത്തും ഒരു സംസ്ഥാനത്തും ഒരു ബൂത്തിലും വോട്ട് ചെയ്യാൻ സാധിക്കുകയില്ല എന്ന വിധത്തിൽ അത് മാർക്ക് ചെയ്യപ്പെടണം, വിലക്കപ്പെടണം. ഇപ്പൊ എല്ലാം ഇലക്ട്രോണിക് യുഗമാണ്. കമ്പ്യൂട്ടറിലൂടെ നമുക്കെല്ലാം ചെക്ക് ചെയ്യാൻ പറ്റും ഒരാൾ വോട്ട് ചെയ്തു എന്നുള്ളത് ഏത് സംസ്ഥാനത്തും എവിടെ വെച്ചും. അങ്ങനെ ഈ പ്രശ്നം വലിയ പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും. അതിലുപരി ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് കുറെ കൂടെ ട്രാൻസ്പെറന്റ് ആയിത്തീരും. ഇപ്പൊ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് BJPക്ക് വേണ്ടി വിടുപണിയെടുക്കുന്ന ഒരു വാജ്ഞാനുവർത്തികൾ മാത്രമാണ്. ഉണ്ടായിരുന്ന ഒരാൾ ശ്രീമാൻ TN ശേഷം നമ്മൾ ഓർക്കുന്നുണ്ടാവും. അതിന് മുമ്പും പിൻപും ശക്തനായ ഒരു ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ടാകുമെന്നും കരുതാൻ വയ്യ. ഇതെല്ലാം എവിടെ ചെന്നെത്തുമെന്ന് കാത്തിരുന്ന് കാണാം. താങ്ക് യു.